ഹലോ അസ്സാം വലൈക്കും. എല്ലാവരും സുഖവും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് ഡേറ്റ്സിൻ്റെയും ഒരു പുളിയുടെയും ഒരു ചട്നിയാണ്. അപ്പം നമുക്കത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു അരക്കപ്പ് പുളി ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ പിഴുപുളിയാണ് ഞാൻ അരക്കപ്പ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ അതിലേക്ക് അരക്കപ്പ് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അരക്കപ്പ് ഡേറ്റ്സ്, കുരു കളഞ്ഞ ഡേറ്റ്സാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ ഏത് ടൈപ്പ് ഡേറ്റ്സ് ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, 2 കപ്പ് വെള്ളം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം. നമ്മുടെ ഡേറ്റ്സൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് ഇതൊന്ന് 10 മിനിറ്റൊക്കെ തിളപ്പിക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് ഒന്ന് തിളയ്ക്കാൻ വെക്കാം നമുക്ക്. അപ്പോൾ ഇത് 10 മിനിറ്റൊക്കെ തിളച്ച് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചുക്ക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം അല്ലെ ചെറിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നോക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ചെറിയ തീയിലൊരു 2 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചെറിയ തീ വെക്കണം. 2 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റൗ ഓഫാക്കി കൊടുത്ത് ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വെക്കണം. ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ബ്ലെൻഡറിൽ നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാൻ ബ്ലെൻഡറിൽ സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഒരു സ്ട്രെയിനറിൽ ഇതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുന്നത് വെച്ച് ഇതിൻ്റെ കൊന്തൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ബ്ലെൻഡറിൽ നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് പിന്നെ അത് സ്ട്രെയിനറിലൊന്ന് അരിച്ചെടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഞാൻ ദാണ്ടെ അത് നല്ല സ്മൂത്തായിട്ട് എല്ലാം അരച്ചും പിന്നെ അരിച്ചും എടുത്തിട്ടുണ്ട്. ദാണ്ടെ നല്ലൊരു പേസ്റ്റ് പോലെ വന്നിട്ടുണ്ട്, നല്ല സോസ് പോലെ. അപ്പോൾ എന്ത് സിമ്പിളാണ് ഡേറ്റ്സിൻ്റെയും പുളിയുടെയും ചട്നി ഉണ്ടാക്കാൻ. ഇത് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ ഒരു 2 മാസമൊക്കെ ഫ്രിഡ്ജിൽ കേട് കൂടാതെ ഇത് ഇരിക്കും. അപ്പോൾ നമുക്ക് പാനിപ്പൂരി, ആലു സമൂസ, പിന്നെ എന്ത് ഈ സ്പൈസി ആയിട്ടുള്ള ഫ്രൈഡ് സ്നാക്സ് ആയാലും പിന്നെ ചാട്സിന് ഒക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പിന്നെ അതുണ്ടാക്കണമെന്നുള്ളൊരു വിചാരം വേണ്ട. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല എരിവും പുളിയും മധുരമൊക്കെ ഉള്ളൊരു ചട്നിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്തിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ വേണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു.